ഇല്ലടി, ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ എടി, എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരും, ഞാൻ വിളിക്കാം. ആ ഹലോ സാർ. ഹലോ ബിപിൻ, വർക്ക് എന്തായി? ആ സാർ, ഇന്ന് വൈകിട്ടത്തേക്ക് എന്തായാലും ഓക്കെ ആവും. ഇത് എത്ര ദിവസമായി ബിപിൻ ഇത് തന്നെ പറയുന്നു? സാർ, അത് എൻ്റെ പ്രശ്നമല്ല, അത് അവിടുന്ന് വന്ന ഡിലേ കൊണ്ടുണ്ടായതാ. ഈ പ്രോജക്റ്റ് പോയാലും നീ തന്നെ പറയുമോ? ഇത് നിൻ്റെ പണി പോകുന്ന കാര്യമാണ്, ഓർത്തോണം. ഇല്ല, പ്രൊജക്റ്റ് പോകില്ല സാറേ, പ്രൊജക്റ്റ് പോകാൻ മാക്സിമം ഞാൻ നോക്കിക്കോളാം. എനിക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം കിട്ടിയിരിക്കണം. ആ ഉറപ്പാണ് സാർ, ഉറപ്പാണ്. ഓക്കെ ബിപിൻ, ഇനി എന്തായാലും എക്സ്ക്യൂസ് ഇല്ല. സോറി സാർ, എന്തായാലും ഇന്ന് തന്നെ വരാം. ഓക്കെ. അമ്മ മനസ്സിലായി, എനിക്ക് മനസ്സിലായമ്മ. ഞാൻ അമ്മ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, നാളെ ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ കഫേയിലാ. അമ്മ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ജീപ്പ് ചെയ്തോളാം. Anjali, can you come here now? ആ ഇതാ വരുന്നു. ശരി അമ്മ. Can you take those table order, please? ഹായ് മാം, ഓർഡർ എന്തായിരുന്നു ഇവിടെ? ഒരു ഓറഞ്ചും ഒരു പൈനാപ്പിളും. വേറെ കഴിക്കാൻ എന്തെങ്കിലും? ഇല്ല, വേണ്ട. ഓക്കെ സർ, കഴിക്കാൻ എന്തായിരുന്നു വേണ്ടേ? ഒരു ഓറഞ്ച് ജ്യൂസ്. വേറെ എന്തെങ്കിലും? വേണ്ട. ഓക്കെ. എക്സ്ക്യൂസ് മീ. സർ, അതെ, ഞാൻ എന്ത് ജ്യൂസാണ് ഓർഡർ ചെയ്ത്? ഓറഞ്ച്. ഓറഞ്ചാണോ ഇത്? ഒരു ഓർഡർ പോലും മര്യാദയ്ക്ക് എടുക്കാറില്ല, പിന്നെ എന്തിനാ വർക്ക് ചെയ്യുന്നത്? എന്താ സാർ, എന്താ പ്രശ്നം? എടോ, ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. സോറി സാർ, ഞാനിപ്പോൾ മാറ്റിത്തരാം. ഇതിനൊക്കെ ആരാ ജോലിക്കെടുത്ത്? സാർ മാറ്റിത്തരാം. വെറുതെ മെനക്കെടുത്താനായിട്ട്. വേണ്ട, താനൊന്നും മാറ്റി തരണ്ട. എന്താ അഞ്ജലി ഇത്? സർ. എന്താ അഞ്ജലി കാണിക്കുന്നത്? സർ, അത് എന്താ പ്രശ്നം? സർ, വീട്ടിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വീട്ടിലെ ഇഷ്യൂസൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. അത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. ഇത് അയാൾ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? സോറി സർ. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബുദ്ധിമുട്ടാണ്. ഇത് ആവർത്തിക്കരുത്. എക്സ്ക്യൂസ് മീ ബ്രോ, ഞാൻ നേരത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. സോറി, പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു, ഭയങ്കര റൂഡായിട്ട് പെരുമാറി. സോറി കേട്ടോ. അയ്യോ സർ. ശരി, ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു.